ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മുതൽ നമ്മൾ ജാക്ക് ആൻഡ് ജോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ BL സീരീസാണ് കാണാൻ പോകുന്നത്. നല്ല ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും സ്റ്റോറിനെക്കുറിച്ചൊക്കെ പലതും മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ ഞാൻ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല, നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് കടക്കാം. നമ്മുടെ ഈ സീരീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് കുറേ സെക്യൂരിറ്റി ഗാർഡ്സ് ചേർന്നിട്ട് ഒരു പ്രോഗ്രാം പോലത്തെ നടക്കുന്ന സ്ഥലത്ത് ആരെയും ഇങ്ങനെ അന്വേഷിക്കുന്നതാണ്. ഈ സമയം അരാൻ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. ഈ ഒരു പയ്യൻ ഈ ഒരു സീരീസിലൊരു മെയിൻ ക്യാരക്ടറാണ്. അപ്പോൾ ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന അവൻ്റെ കഴുത്തിൽ കിടന്ന ഒരു നെക്ലേസ് ആരോ ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയി. അതുമാത്രമല്ല, അവരെല്ലാം അന്വേഷിക്കുന്ന സമയത്ത് നമ്മുടെ അരാൻ്റെ അടുത്തേക്ക് ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട്, സാർ, നിങ്ങളുടെ ആ ഒരു നെക്ലേസ് മാത്രമല്ല പോയത്, നമുക്ക് നമ്മുടെ ഡെപ്റ്റേഴ്സിൻ്റെന്നും കളക്ടേഴ്സിൻ്റെന്നും കിട്ടിയ എല്ലാ ജുവലറിയും ഫേക്കായിട്ടുള്ള വെച്ചിട്ട് റിയൽ ആയിട്ടുള്ളത് അയാൾ കൊണ്ടുപോയി എന്ന് പറയാണ്. ഈ സമയം നമ്മുടെ അരാൻ്റെ ഏറ്റവും പേഴ്സണലായിട്ട് മെയിനായിട്ട് നിൽക്കുന്ന ഒരു അസിസ്റ്റൻറ്റ് പയ്യനുണ്ട്. അവൻ്റെ പേര് സെയ്ഫ് എന്നാണ്. ഈ സെയ്ഫിനോട് മറ്റുള്ളവരടുത്തൊക്കെ ആയിട്ട്, എൻ്റെ അച്ഛൻ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാത്തിനെയും ശരിയാക്കി കളയും, നിങ്ങൾക്ക് ഒന്ന് മര്യാദയ്ക്ക് അത് പോയി കണ്ടുപിടിച്ചൂടെ, ആ മോഷ്ടിച്ചോണ്ട് പോയ ആൾ ഇവിടെ തന്നെ കാണും, പോയി അന്വേഷിക്കുന്ന പറഞ്ഞ് എല്ലാവരും പറഞ്ഞു വിടാണ്. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് 2-3 പേരായിട്ട് ഈ ഒരു മോഷ്ടിച്ച ആളെ കാണുന്നുണ്ട്. മറ്റാരുമല്ല, അത് നമ്മുടെ ഈ സീരീസിൻ്റെ ഹീറോ ആയിട്ടുള്ള ജോക്കറാണ്. ജോക്കർ ഇവരെ കണ്ടോണ്ടേ തന്നെ രക്ഷപ്പെടാനായിട്ട് ഓടുവാണ്. അങ്ങനെ എല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ, അവൻ 3rd ഫ്ലോറിലുണ്ട്, അങ്ങോട്ടേക്ക് വാന്ന് പറയും സിഗ്നലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേസമയം ജോക്കർ ഓടി ഒരു റൂം തുറന്നിട്ട് അതിൻ്റെ അകത്ത് കയറി ഡോർ അടച്ചേക്കാണ്. അതിൻ്റെ അകത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സേഫായെന്ന് പറഞ്ഞ് അവൻ നിൽക്കുന്ന ടൈമിനാണ് അവൻ്റെ മുന്നിൽ മറ്റൊരാൾ വന്നിട്ട്, നീയാണല്ലോ ഇത് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ഈ സീരീസിൻ്റെ അടുത്ത ഹീറോ ആയിട്ടുള്ള ജാക്കാണ്. അങ്ങനെ അവിടുന്ന് സീൻ കട്ടായിട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യം കാണിക്കുകയാണ്. നമ്മുടെ ഈ ജോക്കർ സ്കൂളിൽ പഠിക്കുന്ന, അതായത് നമ്മുടെ സ്കൂളിലെ ലാസ്റ്റ് ഇയർ അവൻ പഠിക്കുന്ന ടൈമിൽ അവനെയാണെങ്കിൽ അഡ്മിഷൻ എക്സാമൊക്കെ നടക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഒരു ട്യൂഷൻ സെൻറ്ററിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനും മറ്റു ചില പിള്ളേരും കൂടെ ആയിട്ട് ട്യൂഷൻ സെൻറ്ററിൽ ഇരിക്കുകയാണ്. ഈ സമയം അവിടെ പഠിപ്പിക്കുന്ന സാറാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയായിരിക്കും, നിങ്ങൾക്കുള്ള കോളേജിലുള്ള അഡ്മിഷൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതിൽ ഒരു സാറ് ഞാനാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പകുതിയും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ട്യൂഷൻ ക്ലാസ്സിൽ ഞാനാണെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരെ മാത്രമാണ് നോക്കിയെടുത്തേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ആ പരീക്ഷയ്ക്ക് നിങ്ങളുടെ മെയിൻ എക്സാമിന് വരാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ തരാൻ പോകുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ തന്ന കാര്യം ആരുടെ നിങ്ങൾ പറയാൻ പാടില്ല. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യനും ഈ ക്ലാസ് റൂമിൻ്റെ പുറത്തേക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് പോകാനും പാടില്ല, സീക്രട്ട് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇങ്ങനെ കണക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കിയാണ്. ഇതേ ടൈമിൽ നമ്മുടെ ജോക്കറായിട്ട് ലാസ്റ്റായിരുന്നു ഇരിപ്പുണ്ടായിരുന്നത്. ഇവൻ്റെ തൊട്ടടുത്തൊരു പയ്യനും ഇരിപ്പുണ്ട്. ഇവനാണെങ്കിൽ ഈ പയ്യൻ്റെ ബാഗിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ആ പയ്യൻ്റെ ബാഗിൽ നിന്ന് അവൻ്റെ പേഴ്സ് പതുക്കെ എടുത്ത് മാറ്റാണ്. ഇതേസമയം സാറ്, നീ ശ്രദ്ധിക്കുന്നില്ലേ, എന്താ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ജോക്കർ സോറി സാറെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ സമയം സാറാണെങ്കിൽ, ഞാൻ പഠിക്കുന്ന പിള്ളേരെ മാത്രം നോക്കിയാണ് എൻ്റെ ട്യൂഷൻ എടുത്തേക്കുന്നത്, വളരെ ചുരുക്കം പിള്ളേർ മാത്രമേ എൻ്റെ ട്യൂഷനുള്ളൂ, നിങ്ങൾക്ക് തന്നെ ഈ സീറ്റ് കിട്ടി എത്ര കഷ്ടപ്പെട്ടായിരിക്കും നിങ്ങൾക്കറിയാലോ, നീ ഇവിടെ ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ജോക്കറാണെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ സാർ എഴുന്നേറ്റ് നിർത്തിയിട്ട് അവൻ്റെ അടുത്താണെങ്കിൽ, ശരി ഒരു കാര്യം പറ, ഇപ്പോൾ ഈ അഡ്മിഷൻ എക്സാം എഴുതാൻ പോകുന്ന 1000 പിള്ളേരിൽ എത്ര പേര് ജയിച്ചു പോകുന്നു നീ പറ എന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ കണക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ കുറേ പേര് ജയിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം സാർ, എനിക്ക് ആ ഉത്തരമല്ല വേണ്ടത്, കറക്റ്റ് ഒരു നമ്പറാണ്, നിന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നില്ലല്ലോ, മര്യാദയ്ക്കിരുന്ന് പഠിക്കാനായിട്ട് പറയണം. അങ്ങനെ ജോക്കർ അവിടെ ഇരുന്നിട്ട് അവൻ്റെ കയ്യിൽ ഇരുന്ന ആ പയ്യൻ്റെ പേഴ്സ് പതുക്കെ ആ പയ്യൻ്റെ സീറ്റിൻ്റെ പുറകിലായിട്ട് ഇറങ്ങിയിട്ട് ആ പയ്യനെ വിളിച്ചിട്ട്, ഇതൊന്നും കിടക്കുന്ന നിൻ്റെ പേഴ്സാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ പയ്യൻ അവൻ്റെ പേഴ്സ് എടുക്കാനായിട്ട് അവൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയതും ആ പയ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഇവൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഇവൻ ചേഞ്ച് ചെയ്യാണ്. അങ്ങനെ നോക്കിയപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ ആ പയ്യൻ അവൻ്റെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ആ പയ്യൻ നല്ലൊരു പഠിക്കുന്ന പയ്യനാണ്. അങ്ങനെ ജോക്കർ നമ്മുടെ സാറിനെ വിളിച്ചിട്ട്, സാർ, ഒരു 137 പേര് അവർ പാസ്സായി പോകുമെന്ന് പറയുന്നുണ്ട്, കറക്റ്റ് അളവ് പറഞ്ഞുകൊണ്ട് തന്നെ സാറ് ഗുഡ് ബോയ്, ഇങ്ങനെ വേണം ആൻസർ തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം ആ ഒരു പേഴ്സ് എടുക്കാൻ പോയ പയ്യനാണെങ്കിൽ തിരിച്ച് സീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇതേ ടൈമിൽ ജോക്കറാണെങ്കിൽ എഴുന്നേറ്റ് സാറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, സാർ, ഈ ട്യൂഷൻ ക്ലാസ് എനിക്ക് ശരിയാവും തോന്നുന്നില്ല, സോ ഞാനിവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ആ സീറ്റിൽ വന്നിരുന്ന പയ്യൻ നോക്കിയപ്പോൾ അവൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കാണാനില്ല. തൊട്ടടുത്ത് ജോക്കറുമില്ല. അവൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് എവിടെയാണെന്ന് നോക്കിയ സമയത്ത് തൊട്ട് ഫ്രണ്ടിലത്തെ സീറ്റിൽ ഇരുന്നൊരു പയ്യൻ്റെ അടുത്തായിട്ട് ഇവൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇരിക്കുകയാണ്. അങ്ങനെ ചെന്നിട്ട്, നീ എൻ്റെ ആൻസേഴ്സൊക്കെ നോക്കി എഴുതാനായിട്ട് ഞാൻ ചെയ്യണമല്ലേ, നീ ആരെടുത്ത് വെച്ചിട്ട് എൻ്റെ പേപ്പർ എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാതെ ആ പയ്യനായിട്ട് അടിയുണ്ടാവുകയാണ്. ഇതേ സമയം നമ്മുടെ ജോക്കറിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന സാറിൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തെറ്റിയിട്ട് അടിയുണ്ടായിക്കൊണ്ടിരുന്ന പയ്യന്മാരുടെ അടുത്ത് നിന്ന് അവരെ തടയുകയാണ്. ഇതേ സമയം നമ്മുടെ സാറാണെങ്കിൽ ആ എക്സാമിന് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ അവിടെ ഒരു പേപ്പറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ ശ്രദ്ധ തിരിഞ്ഞത് നമ്മുടെ ജോക്കർ ആ പേപ്പർ എടുത്തുകൊണ്ട് ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇത് തന്നെയായിരുന്നു അവൻ്റെ പ്ലാൻ ഇത്രയും നേരത്തെയും. അങ്ങനെ ആ പ്ലാൻ സക്സസ് ആയിട്ട് അവൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങി വന്നതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സാധനങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പാസ്സായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ നടന്നു പോവാണ്.
അവിടെ നിന്ന് സീൻ കട്ടായിട്ട് നമ്മുടെ അടുത്ത ഹീറോ ആയിട്ടുള്ള ജാക്കിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ആ സമയത്തൊക്കെ ഒരു കരാട്ടെ നാഷണൽ ടീം അതിലൊക്കെ കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു പയ്യനാണ്. അങ്ങനെ അവൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റൊക്കെ നേടിയിട്ടുണ്ട്. സോ അങ്ങനെ ഇപ്പോൾ നാഷണൽ ടീമിൽ എന്തോ കയറാനുള്ളതിൻ്റെ എന്തോ ഒരു ഓഡീഷൻ പോലുള്ള സംഭവം നടക്കുകയാണ്. അങ്ങനെ അവൻ ജഡ്ജസിൻ്റെ മുന്നിൽ വന്ന് നിന്ന് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം അവനാണെങ്കിൽ അവൻ്റെ സ്റ്റണ്ടും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മുടെ ജഡ്ജസ് ആണെങ്കിൽ ഇമ്പ്രസ്ഡ് ആവുന്നുമുണ്ട്. അതിനുശേഷം ജാക്ക് അവൻ്റെ ആ ഒരു കോച്ചിനോട് സംസാരിക്കുന്ന സമയത്ത് കോച്ച് നീ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം ഈ വർഷമെങ്കിലും എനിക്കൊന്ന് നാഷണൽ ടീമിൽ കയറി പറ്റാൻ മതിയെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവിടെ നമ്മുടെ ജാക്കും പിന്നെ അവിടെ പഠിക്കുന്ന തന്നെ മറ്റു പയ്യനൊക്കെ ആയിട്ട് ഇങ്ങനെ ഫൈറ്റ് നടന്നിട്ട് അതിൽ ജാക്കൊക്കെ ജയിക്കുന്നുണ്ട്. ആ സമയം കോച്ച് വന്നിട്ട് നിന്നെക്കൊണ്ട് പറ്റും, നീ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നാഷണൽ ടീമിൽ കയറി പറ്റിയാൽ മതി, അങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ കടം വീട്ടിയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാമല്ലോ എന്ന് പറയാണ്. ആ സമയം സാറ് നാഷണൽ ടീമിൽ കയറി കഴിഞ്ഞാൽ നിനക്ക് പൈസ കിട്ടും, നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അവനാണെങ്കിൽ അതാരും പറഞ്ഞില്ല, പക്ഷേ ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ നല്ല ലൈഫ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുകയാണ്. ആ സമയമാണ് 4 മണിയായത് അവൻ കാണുന്നത്. അവനപ്പോൾ തന്നെ അയ്യോ സോറി കോച്ച് ഞാൻ പോവുകയാണ്, എൻ്റെ പാർട്ട് ടൈം ജോബിന് സമയമായെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ജോക്കറിനെയാണ്. ജോക്കർ അവൻ്റെ ഒറിജിനൽ നെയിം അല്ല, ആക്ച്വലി ഒറിജിനൽ നെയിം എന്താണെന്ന് ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ജോക്കർ എന്നുള്ളത് നമ്മൾ പറയുന്ന അവൻ്റെ ഒരു നെയിം മാത്രമാണ്. സോ അപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ അച്ഛനോട് ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവൻ്റെ അച്ഛനാണെങ്കിൽ അവൻ്റെ അടുത്ത് നിൻ്റെ ട്യൂഷൻ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അവൻ ട്യൂഷൻ ക്ലാസ്സിൽ ഇന്ന് കാണിച്ചു വെച്ച പണിയും ഒന്നും തന്നെ അവൻ അവൻ്റെ അച്ഛനടുത്ത് പറയുന്നില്ല. അച്ഛൻ ചോദിച്ചതിന് മറുപടിയായിട്ട് അവൻ തന്നെ സാറ് കരിക്കുലം അനുസരിച്ച് ഒന്നും നേരെ പഠിപ്പിച്ച് പോകുന്നില്ല, എന്നാലും ഞാൻ കുറേ എക്സാമിന് വരാനുള്ള ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹിൻറ്റും സംഭവങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഈ സമയം നമ്മുടെ ജോക്കറിൻ്റെ അമ്മ അവിടെ വന്നിരുന്നിട്ട് ഹിൻറ്റ് മാത്രമേ കിട്ടിയുള്ളൂ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നീ എങ്ങനെ ഈ വർഷം പാസ്സാവുമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം നമ്മുടെ ജോക്കറിൻ്റെ അച്ഛനാണെങ്കിൽ നീയാണെങ്കിൽ ഈ വർഷം കൂടെ പാസ്സായില്ലെങ്കിൽ പിന്നെ നീ സ്വന്തമായിട്ട് പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്ത് പൈസ ഉണ്ടാക്കി ജീവിച്ചോ. നിൻ്റെ അനിയൻ ഒരിക്കൽ പോലും അവന് വേണ്ടി എക്സ്ട്രാ ട്യൂഷന് വേണ്ടിയിട്ടോ എക്സ്ട്രാ പഠിക്കാൻ വേണ്ടിയിട്ടോ എന്നെ കൊണ്ട് പൈസ ചിലവാക്കി വെച്ചിട്ടേ ഇല്ല എന്ന് പറയാണ്. ഈ സമയം കറക്റ്റ് നമ്മുടെ ജോക്കറിൻ്റെ അനിയൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൻ്റെ പേര് ടോപ്പ് എന്നാണ്. അവനങ്ങനെ വന്നപ്പോഴത്തേക്കും അമ്മയൊക്കെ സ്നേഹത്തോടെ വന്നിരുന്ന് കഴിക്കും മോനെ എന്നൊക്കെ പറഞ്ഞ് അവനെ വിളിച്ചിരുന്നുണ്ട്. ഇതേ സമയം അച്ഛനാണെങ്കിൽ ജോക്കറിനെ കുറ്റം പറയാൻ നിർത്തുന്നേ ഇല്ല. അച്ഛനാണെങ്കിൽ നിനക്ക് നിൻ്റെ അനിയനെ കണ്ട് പഠിച്ചുകൂടെ ടോപ്പ്, നീ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ ബുദ്ധി കുറച്ച് അവന് പറഞ്ഞോട്, വേണ്ടി വരും ഇവൻ കാണിച്ചു വയ്ക്കുന്ന വേല കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരാളുടെ ബുദ്ധി പോലും ഇവന് വന്നിട്ടില്ല. ഇവനാണെങ്കിൽ എൻ്റെ മകനാണെന്നൊരു എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്, ഇവൻ അത്രയ്ക്ക് വേസ്റ്റാണ്, ഇവനെ നോക്കുന്നത് തന്നെ കഷ്ടമാണെന്നൊക്കെ പറയാണ്. ഈ സമയം അമ്മയാണെങ്കിൽ വേണ്ട വഴക്ക് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, മിണ്ടാതിരിക്കാനായിട്ട് അച്ഛനോട് പറയാണ്. ഈ സമയം അച്ഛനാണെങ്കിൽ നീ ശരിക്കും ഒരു വേസ്റ്റാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ജോക്കറിന് നല്ല ദേഷ്യം വന്നിട്ട് അവൻ്റെ കയ്യിൽ സ്പൂണെല്ലാം ഇങ്ങനെ ശക്തിയോടെ അവിടെ വയ്ക്കുകയാണ്. ആ സമയം അച്ഛനാണെങ്കിൽ എന്ത് പറ്റി, ഞാൻ പറയുന്നതെന്ന് കേട്ട് സഹിച്ചിരിക്കാൻ നിനക്ക് പറ്റുന്നില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ ടോപ്പാണെങ്കിൽ അച്ഛാ നമുക്ക് ടി വി ആണെന്നും പറഞ്ഞ് വിഷയം മാറ്റി വിടാണ്. ഇതേ സമയം ടി വി ഇട്ടപ്പോഴത്തേക്കും അതിൽ ന്യൂസാണ് പ്ലേ ആയത്. അപ്പോൾ ന്യൂസിൽ പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജോക്കർ എന്ന് പറഞ്ഞ ആ ഒരു കള്ളൻ വീണ്ടും ഒരു കടയിൽ ഇന്നലെ രാത്രി കയറിയതായി അറിയുന്നു. ആ കടയിൽ കയറിയിട്ട് അവനാണെങ്കിൽ അവിടെ ഇരുന്ന ഗോൾഡും സംഭവങ്ങളും എല്ലാം തന്നെ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ CCTV വിഷ്വലൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം അതിന് ന്യൂസ് പറയുന്ന റിപ്പോർട്ടർ പറയുന്നുമുണ്ട്, അതായത് ആൾക്കാരെല്ലാം പറയുന്നത് ഈ ജോക്കർ എന്ന് പറഞ്ഞ കള്ളൻ ശരിക്കും നല്ലൊരാളാണ്. കാരണം ഈ ജോക്കർ മോഷ്ടിക്കാൻ കയറി കടയിൽ സത്യം പറഞ്ഞാൽ അത് വെറും ഒരു കടയല്ല, ആരും അറിയാതെ കട എന്നുള്ള ഇത് വെച്ചിട്ട് ഉള്ളിലവർ മറ്റു പല ബിസിനസ്സുമാണ് നടത്തുന്നത്. ജോക്കർ ശരിക്കും ആൾക്കാരെ രക്ഷിക്കാനായിട്ട് വന്ന ഒരാളെന്നാണ് കാണുന്നത് ജനങ്ങളെല്ലാം പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ജോക്കറിൻ്റെ അച്ഛനാണെങ്കിൽ അവൻ പൊളിയാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ജോക്കർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഈ പണിയൊക്കെ ആരൊപ്പിക്കുന്നതാണെന്ന്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ജോക്കറിൻ്റെ മുഖത്ത് വരെ എക്സ്പ്രഷനൊന്നും വരുന്നില്ല, എന്നാൽ ഒരു ചിരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ജോക്കർ അവൻ്റെ റൂമിൽ ചെന്നിരിക്കുന്നതാണ്. ആ സമയം അവനാണെങ്കിൽ അവൻ്റെ അലമാര തുറന്നപ്പോൾ അതിൻ്റെ അകത്ത് അവൻ മിലിറ്ററി കോസ്റ്റ്യൂം, പോലീസ് കോസ്റ്റ്യൂം, ഓഫീസ് വർക്കറിൻ്റെ കോസ്റ്റ്യൂം, അങ്ങനെ പല കോസ്റ്റ്യൂംസും ഇട്ട കുറേ ഫോട്ടോസ് അവൻ അങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മേ ബി അവൻ ഓരോരോ മോഷണത്തിന് പോയപ്പോഴും അവനങ്ങനെ ഓരോരോ വേഷത്തിൽ ഇറങ്ങിയതായിരിക്കാം മേ ബി. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഫോട്ടോയോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അവനാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു നോട്ടും എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ തായ് ലാംഗ്വേജിലായതുകൊണ്ട് തന്നെ എനിക്കത് ആ സംഭവം മനസ്സിലായില്ല. ഇപ്പോൾ അവൻ അലമാര തുറന്ന സമയത്ത് അവൻ ഇന്നിട്ടിരുന്ന ആ ഒരു ട്യൂഷന് പോയിട്ടിരുന്ന ആ ഒരു സ്കൂൾ യൂണിഫോം, ആ യൂണിഫോമത്തിലുള്ള ഒരു ഫോട്ടോയും കൂടെ അതിനകത്ത് ഒട്ടി വെച്ചിട്ട് എന്തോ സ്റ്റിക്കിനോട് എഴുതി അതും ഒട്ടിച്ചു വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അവൻ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജാക്കിനെയാണ്. ജാക്കാണെങ്കിൽ അവൻ്റെ ആ ഒരു കരാട്ടെ
പഠിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അടുത്ത ദിവസം രാവിലെ വന്നിരിക്കുകയാണ്. ആ സമയം നോക്കിയപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് നിങ്ങളെല്ലാവരും നേരത്തെ പ്രാക്ടീസ് തുടങ്ങിയോ, എന്നെ എന്താ വിളിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് പ്രാക്ടീസ് തുടങ്ങിയല്ല അടി കൊണ്ടിട്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് കാണിക്കുന്നത് അവിടെ പുതിയൊരു പയ്യൻ വന്നിട്ടുണ്ട്. അവൻ്റെ പേര് കാർബൺ എന്നാണ്. അവനാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ പയ്യന്മാരുടെ കൂടെ മത്സരിച്ചിട്ട് അവരടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പയ്യന്മാർ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും ഇവൻ കരാട്ടെ സ്റ്റെപ്പൊക്കെ ഇട്ട് ഫൈറ്റ് ചെയ്ത് അവരെ അടിച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജാക്ക് നേരിട്ടായിട്ട് ഇടയിൽ കയറിയിട്ട് അവരെ കൊണ്ട് പറ്റില്ല, നിൻ്റെ ലെവലിലുള്ളവരുടെ അടുത്ത് പോയി കളിക്ക്, അവർ നിൻ്റെ അത്രയും സ്ട്രോങ് അല്ല, അവർ വീക്കാണ്, അവരെ വെറുതെ വിടാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം കാർബണാണെങ്കിൽ ഒപ്പം നീ ആണെങ്കിൽ സ്ട്രോങ് ആണോ എങ്കിൽ പിന്നെ നീ വന്ന് മത്സരിക്കുന്നു പറഞ്ഞിട്ട് അവരെ തമ്മിൽ ഫൈറ്റ് തുടങ്ങാണ്. നമ്മുടെ ജാക്കിനാണെങ്കിൽ പിടിച്ചിരിക്കാൻ പോലും പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയിൽ കാർബണാണെങ്കിൽ നിനക്കാണോ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയത്, വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോടാ, നീ ഇങ്ങനെയൊക്കെയാണോ അടിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം തന്നെ അവർ തമ്മിൽ വീണ്ടും ഫൈറ്റ് കിടക്കാണ്. എന്നിട്ട് കാർബണാണെങ്കിൽ ഞാൻ മടുത്തു, ഞാൻ പോവാണെന്ന് പറഞ്ഞ് തിരിയുന്ന സമയത്ത് ജാക്ക് വീണ്ടും അടിക്കാൻ പോകുന്നുണ്ട്. എന്നാൽ കാർബണാണ് പിടിച്ച് വലിച്ചിട്ടാണ്. ഇതേ സമയം കോച്ച് കയറി വരുന്നുണ്ട്. കോച്ച് വന്നത് നമ്മുടെ കാർബണാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യാതെ ജാക്കിനെ ആണെങ്കിൽ നീ പാവപ്പെട്ട ഫാമിലിയാണ്, എന്നത് ഹൈ ക്ലാസ് ഫാമിലിയാന്ന് പറഞ്ഞിട്ട് കുടുംബത്തിന് വെച്ച് കളിയാക്കാണ്. ജാക്കിനതായിട്ട് ദേഷ്യം വന്നിട്ട് അടുത്ത് അടിക്കാൻ പോകുന്ന സമയത്ത് കോച്ചാണെങ്കിൽ നിർത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർബണിൻ്റെ മുന്നിൽ തൊഴുത് നിൽക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ ഇത് കണ്ടിട്ട് ജാക്ക് കോച്ചിൻ്റെ അടുത്ത് നിങ്ങളെന്തിനാ അവൻ്റെ മുന്നിൽ ഇങ്ങനെ കുരുങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം കോച്ചാണെങ്കിൽ ഇത് കാർബൺ നമ്മളിവിടെ പുതിയതായിട്ട് പഠിക്കാൻ ജോയിൻ ചെയ്ത പയ്യനാണ്, ഇവൻ്റെ ഫാമിലി ആക്ച്വലി നമ്മുടെ ഈ ജിമ്മിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവൻ്റെ അച്ഛനാണ് ഇവിടുത്തെ ഒരു പൊളിറ്റീഷ്യൻ, ആ പൊളിറ്റീഷ്യൻ്റെ മകനാണിതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാർബൺ വലിയൊരാളായിട്ട് കൊണ്ടു കിടക്കാണ്. എന്നാൽ ജാക്കിന് അവനങ്ങനെ കാണാനേ പറ്റത്തില്ല എന്നുള്ള രീതി തന്നെ നിൽപ്പുണ്ട്. ഇതേസമയം കോച്ചാണെങ്കിൽ ജാക്കിൻ്റെ അടുത്ത് അവൻ്റെ അടുത്ത് സോറി പറയാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ജാക്ക് റെഡിയല്ല. ഇതേസമയം കാർബൺ ആണെങ്കിൽ സോറിയുടെ ആവശ്യമൊന്നുമില്ല, അവൻ എന്നെ അടിച്ചു, ഞാൻ അവനെ അടിച്ചു, നമുക്ക് രണ്ടുപേർക്ക് അടി കിട്ടിയതാണ്, സോ നമ്മളുടെ ഒരു ഈക്വലാണ്, എനിക്ക് സോറിയുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാർബൺ അവിടെ നടന്നു പോവാണ്. ഈ സമയം നമ്മുടെ ജാക്കിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ ജാക്കിൻ്റെ നെറ്റി മുറിഞ്ഞു ഉരിപ്പുണ്ട്. അതിനുശേഷം കാണിക്കുന്ന രാത്രി തിരിച്ച് ജാക്ക് വീട്ടിലേക്ക് വരുന്നതാണ്. അവനാണെങ്കിൽ അച്ഛനും അമ്മയൊന്നുമില്ല, അവർ മുമ്പേ മരിച്ചു പോയതാണ്, അവൻ മുത്തശ്ശി മാത്രമേ അവൻ്റെ കൂടെ ഉള്ളൂ. അപ്പോൾ അവൻ്റെ മുത്തശ്ശിയാണെങ്കിൽ അവൻ വന്ന ടൈമിൽ നീ കറക്റ്റ് സമയത്ത് എത്തിയെങ്കിൽ എൻ്റെ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കി വച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചിരുത്താണ്. അതേ മുത്തശ്ശി ഇന്ന് കരാട്ടെ പ്രാക്ടീസ് എന്തൊക്കെയായിരുന്നു നടന്നത്, നിന്നെയാണെങ്കിൽ ആരെങ്കിലും അടിച്ചിട്ടോ അതോ നീ അവരടിച്ചിട്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ എന്നെ ആരടിച്ചിട്ടാണ്, ഞാനല്ലേ എപ്പോഴും അടിച്ചിട്ടുള്ളൂ, ഞാൻ സ്ട്രോങ് അല്ലേ മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇതേസമയം അവൻ്റെ നെറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു മുറിവ് അവൻ്റെ മുത്തശ്ശി കണ്ടിട്ട് നിനക്കെന്ത് പറ്റിയതാ, ഇതാണോ ഈ സ്ട്രോങ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ അതൊന്നുമില്ല മുത്തശ്ശി, ഇങ്ങനെ ഒരു ഫൈറ്റിൻ്റെ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്തെ ഞാനാണെങ്കിൽ ഇങ്ങനെ മറിഞ്ഞു പോകുന്നൊരു സ്റ്റെപ്പുണ്ട്, അത് ചെയ്ത സമയത്ത് ഞാൻ നേരെ താഴെ ലാൻഡായില്ല, അങ്ങനെ ഇടിച്ച് പുറക്കിയത്, അല്ലാതെ വേറൊന്നും പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കണ്ടാൽ നമ്മുടെ മുത്തശ്ശി ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് കരയാൻ തുടങ്ങിയിട്ട് എനിക്കൊരൊറ്റ കൊച്ചുമോനേ ഉള്ളൂ, എന്നിട്ട് നിന്നെപ്പോലും എനിക്ക് നേരെ നോക്കാൻ പറ്റുന്നില്ലല്ലോ, ഇങ്ങനെ പാവപ്പെട്ടവരായിപ്പോയത് എന്നോട് ക്ഷമിക്കും മോനെ എന്നൊക്കെ പറയാണ്. ആ സമയം ജാക്ക് എന്താ മുത്തശ്ശി ഇങ്ങനെ പറയുന്നത്, ഞാൻ പാവപ്പെട്ടവനായത് എപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ മുത്തശ്ശീനെ എനിക്കിപ്പോൾ നോക്കാൻ പറ്റാത്തതിലാണ് എൻ്റെ ഏറ്റവും സങ്കടം, മുത്തശ്ശി ഇത്രയും വയസ്സായിട്ടും മുത്തശ്ശി രാവിലെ എഴുന്നേറ്റിട്ട് ജോലി നോക്കുന്നില്ലേ, എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ കടമൊക്കെ തീർത്തിട്ട് സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കണം നല്ല ആഗ്രഹമുണ്ടെന്ന് പറയാണ്. ആ സമയം മുത്തശ്ശി നീ പോലും ഉണ്ടാക്കിയിടാത്ത കടം തീർക്കാൻ നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ആര് പറഞ്ഞു ഞാൻ കഷ്ടപ്പെടുന്നതെന്ന്, ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ മുത്തശ്ശിയുടെ അടുത്ത് സങ്കടപ്പെടാതിരിക്കുന്നത് എൻ്റെ ഒരു നല്ലൊരു അടിപൊളി ഐഡിയ ഉണ്ട്, ഞാനൊരു റിച്ചായിട്ടുള്ള പെൺകുച്ചിനെ വളച്ചെടുത്ത് അവളെ എൻ്റെ ഗേൾ ഫ്രണ്ട് ആക്കിയിട്ട് കടമൊക്കെ തീർക്കും എന്ന് പറയാണ്. ആ സമയം മുത്തശ്ശി ഒന്ന് ചിരിച്ചിട്ട് നല്ല ഐഡിയ ചെയ്യാം, നീ നടത്തിക്കോളാൻ പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ ഞാൻ ചുമ്മാ ഇറങ്ങിയത് ഒന്ന് പോയ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ കൊണ്ടുവന്ന ഫുഡ് കൊടുക്കുകയാണ്. ആ സമയം മുത്തശ്ശി ഞാനിവിടെ ഡെയിലി ഫുഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ വാങ്ങിച്ചോണ്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ എന്നും അത് കഴിച്ച് ഞാൻ മടുത്തു, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാനായിട്ട് മുത്തശ്ശിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവരുടെ ഇരുന്ന് കഴിക്കുകയാണത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ജോക്കറിനെയാണ്. ആക്ച്വലി അവൻ്റെ റിയൽ നെയിം ജോക്കാണ്, പക്ഷേ ഇവൻ പലതിനും വേണ്ടി യൂസ് ചെയ്യുന്ന നെയിമാണ് ജോക്കർ, എന്നാലും നമുക്ക് അവനെ ജോക്കർ എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ ജോക്കറാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ എക്സാം റിസൾട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനങ്ങനെ ടോപ്പ് 5 വന്നോ എന്നിങ്ങനെ നോക്കുന്ന ടൈമിന് അവൻ വന്നിട്ടില്ല. അവനിപ്പോൾ തന്നെ കുറേ പ്രാവശ്യം തോറ്റു. അതിൻ്റെ തന്നെയാണ് കഴിഞ്ഞ ദിവസം അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവൻ കുറേ കേട്ടത്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു ന്യൂസ് ഇനി എങ്ങനെ പറയും, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കാര്യത്തിൽ തീരുമാനവും തനിക്കിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവൻ്റെ മനസ്സിലൊരു ഐഡിയ വരാണ്. ഇവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ കമ്പ്യൂട്ടറിൽ ഈ ഒരു പേജിൻ്റെ ഫയൽ എടുത്ത ശേഷം അതിൽ അവനാണെങ്കിൽ അവൻ്റെ ഒരു 3-ാം സ്ഥാനത്ത് കിടക്കുന്ന പേര് ആ പേര് മാറ്റിയിട്ട് അവിടെ ഇവൻ്റെ പേരിട്ടിട്ട് ഇവനൊരു ഫേക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് അത് ഇവൻ്റെ ഫോണിലേക്ക് ഇവ സെൻഡ് ചെയ്യാണ്. ഈ ഒരു ടൈം കൊണ്ട് തന്നെ ഇവൻ്റെ അച്ഛനും അമ്മയും ടോപ്പും കൂടെ അവിടെ വന്നിട്ട് എടാ ഡോർ വർക്ക് റിസൾട്ട് എന്താ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇവൻ ഡോർ തുറക്കുന്നില്ല, കാരണം അവൻ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അവനിങ്ങനെ ഡോർ തുറക്കാതെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ എത്ര സബ്ജക്ട് ഡോർ തുറക്കാത്തതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛനാണെങ്കിൽ അവൻ്റെ റൂമിൻ്റെ ഒരു കീ ഉണ്ട്, എക്സ്ട്രാ കീ, അത് എടുത്തുകൊണ്ട് വരാനായിട്ട് പറയാണ്. അങ്ങനെ അത് എടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛൻ തന്നെ സ്വയം പുറത്തുനിന്ന് ഡോർ തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവനാണെങ്കിൽ അകത്തുനിന്ന് ഡോർ തുറക്കാണ്. ആ സമയം അച്ഛനാണെങ്കിൽ എന്താ ഡോർ തുറക്കാത്തത്, എന്ത് പറ്റി, നീ വീണ്ടും ഫെയിലായോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ
ഇല്ലെങ്കിൽ പാസ്സായി എന്ന് പറഞ്ഞിട്ട് അവൻ ക്രിയേറ്റ് ചെയ്ത ആ ഫേക്കായിട്ടുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. നോക്കിയപ്പം അവൻ്റെ പേര് 3-ാം സ്ഥാനത്ത് കിടക്കുന്ന കണ്ടത് അവൻ്റെ അച്ഛനും അമ്മയൊക്കെ പെട്ടെന്ന് തന്നെ സന്തോഷിച്ച് കൺഗ്രാജുലേഷൻ നമുക്ക് ഇന്ന് രാത്രി സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇവനാണെങ്കിൽ ഒട്ടും തന്നെ സന്തോഷമില്ല. കാരണം അവൻ്റെ സിറ്റുവേഷൻ ശരിക്കും അറിയാം. ഇതേ ടൈമിൽ ജാക്കിനെ കാണിക്കുമ്പോൾ അവനും ഇതേ അവസ്ഥയിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഒന്നും സന്തോഷിക്കാൻ പറ്റാതിരിക്കുകയാണ്. കാരണം നമ്മുടെ കാർബൺ ആണെങ്കിൽ നാഷണൽ ടീമിൽ കയറി, എന്നാൽ ഇവന് നാഷണൽ ടീമിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇവനാണെങ്കിൽ അത്രയും വിഷമിച്ചിരിക്കുന്ന ടൈമിന് കോച്ച് അങ്ങോട്ടേക്ക് വന്നിട്ട് എടാ സോറി എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ നിങ്ങളെന്തിനാ സോറി പറയുന്നതെന്നിങ്ങനെ ചോദിച്ചപ്പോൾ കോച്ചാണെങ്കിൽ അത് പിന്നെ നാഷണൽ ടീമിൽ കയറാനായിട്ട് എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം അവനാണെങ്കിൽ നിങ്ങൾ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളാണെങ്കിൽ ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ കാർബൺ റിച്ചായിട്ടുള്ള പയ്യനല്ലേ, അതുകൊണ്ടാണ് ജഡ്ജസ് എല്ലാവരും അവനെ സെലക്ട് ചെയ്തത്. അവർക്ക് നിന്നെ സെലക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, എന്നാൽ നീ റിച്ചല്ല, നീ കുറച്ചുകൂടെ ഒരു പൂവറായിട്ടില്ലാത്ത ആളായിരുന്നെങ്കിൽ നിനക്ക് എന്നെക്കാൾ നല്ലൊരു കോച്ചിനെ വിളിച്ചു വരുത്തി നല്ലൊരു ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇപ്പം നീ എന്നെ വിളിച്ചുകൊണ്ടല്ലേ കിട്ടാതെ പോയത്, താൻ കാരണമല്ല ഇങ്ങനെ കൊണ്ടായെന്നുള്ള ഇതിൽ കോച്ച് സംസാരിച്ചപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരേണ്ട വിധി, പിന്നെ പാവപ്പെട്ടവൻ പണക്കാരൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഇങ്ങനെ പണക്കാരെ മാത്രം വേണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ വേണം കുറ്റം പറയാനെന്ന് നമ്മുടെ ജാക്ക് പറയാണ്. എന്നിട്ട് ജാക്കാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അവൻ്റെ ഫാമിലിയിൽ നിന്ന് ഈ ജിമ്മിന് കിട്ടുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ടെല്ലാം പോയേനെ. പക്ഷേ നിങ്ങൾ എൻ്റെ സിറ്റുവേഷൻ കൂടെ മനസ്സിലാക്കണം, ഈ ഒരു റീസൺ കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ വെറുത്ത് തുടങ്ങുവാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. നമ്മുടെ കോച്ചിന് മനസ്സിലാവുന്നുണ്ട് അയാൾ തെറ്റ് ചെയ്തെന്ന്, അതുകൊണ്ട് അയാൾ ഒരുപാട് കുറ്റബോധപ്പെടുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അന്ന് രാത്രി ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു ബാർ, അവിടെ ആണെങ്കിൽ ഈ കാർബണും കുറേ പെമ്പിള്ളേരും വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്നിട്ട് അവനിങ്ങനെ നാഷണൽ ടീമിൽ കയറിയുകൊണ്ട് അതിൻ്റെ സെലിബ്രേഷൻ നടത്തുകയാണ്. അപ്പോൾ ഇതേ സ്ഥലത്താണ് നമ്മുടെ ജാക്കും പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ജാക്കാണെങ്കിൽ ഈ നടന്നു പോകുന്ന സമയത്ത് അവനെ കണ്ടിട്ട് അവനെ കളിയാക്കാൻ വേണ്ടി തന്നെ കാർബൺ അങ്ങോട്ടേക്ക് വിളിച്ച് നിർത്തിയിട്ട് എൻ്റെ ഗ്ലാസ്സിൽ ഡ്രിങ്ക്സ് തീർന്നു ഫില്ല് ചെയ്ത് തരാനായിട്ട് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഗ്ലാസ് നിറയ്ക്കുകയാണ്. എന്നിട്ട് അവൻ്റെ അടുത്താണെങ്കിൽ നിനക്ക് സുഖം തന്നെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച ശേഷം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിൽ നിങ്ങൾക്കറിയാവോ ഇവനെൻ്റെ ഫ്രണ്ടാണ്, നമ്മൾ ഒരുമിച്ചാണ് കരാട്ടെ പ്രാക്ടീസ് ചെയ്തത്. ആക്ച്വലി ഇവനാണെങ്കിൽ പാവപ്പെട്ടവനായതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെടണം, ഇവന് നാഷണൽ ടീമിൽ കയറാൻ പറ്റിയില്ല, അതുകൊണ്ട് അവൻ ഇപ്പോഴും ഇവിടെ കിടക്കുന്നതെന്നുള്ള രീതിയിൽ അവനെ കളിയാക്കി പറയുന്നുണ്ട്. ഇതേ സമയം ഫ്രണ്ട്സ് എല്ലാവരും ചിരിക്കുകയാണ്. എന്നിട്ടൊരു പെങ്കൊച്ച് നീയും ഗ്ലാസ് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളോട് ഡ്രിങ്ക് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ അവൻ്റെ അടുത്ത് ഡ്രിങ്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ വേണ്ട കുഴപ്പമില്ല എനിക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നു പോവാണ്. അങ്ങനെ അവൻ നടന്നാണെങ്കിൽ ആ ഒരു ബാർ കൗണ്ടറിലോട്ട് വരുന്നുണ്ട്. ഇതേ സമയം കൗണ്ടറിൻ്റെ അവിടെയായിട്ട് നമ്മുടെ ജോക്കർ ഇരിപ്പുണ്ട്, അവനൊന്ന് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു. എല്ലാവരും കൂടെ ആയിട്ട് ഇവനെ കളിയാക്കിയതും ജോക്കർ കണ്ടുകൊണ്ടിരിക്കായിരുന്നു. അങ്ങനെ നമ്മുടെ ജാക്ക് വന്ന് അവിടെ നിന്നതും ജോക്കർ എനിക്കും കൂടെ ക്ലാസ് ഒന്ന് ഫില്ല് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ജാക്കാണെങ്കിൽ ജോക്കർ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് എന്ത് പറ്റി മോശം ദിവസമാണെന്ന് വെച്ചപ്പോൾ ജാക്കാണെങ്കിൽ ചോദിച്ചു കേട്ടിട്ട് ജോക്കർ നിൻ്റെ അതേ അവസ്ഥ എനിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് നിൻ്റെ ഫ്രണ്ട്സ് നിന്നെ കളിയാക്കിയതാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ അതൊന്നും എൻ്റെ ഫ്രണ്ട്സ് അല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോക്കറാണെങ്കിൽ നോക്കിയപ്പോൾ അവന്മാരെല്ലാവരും അവിടെ കുടിച്ചിട്ട് കുറേ ഇങ്ങനെ വേറെ തരം കാണിച്ചുകൊണ്ടിരിക്കായിരുന്നു. ആ സമയം ജാക്കാണെങ്കിൽ അത് നോക്കുന്നുണ്ട് കൂടെ. ജോക്കർ ഇതേ സമയം ജാക്കിൻ്റെ അടുത്ത് ഞാൻ കുടിച്ചിട്ട് അവന്മാരെപ്പോലെ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞേക്കണേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജാക്കാണെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും കാണിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ജോക്കറാണെങ്കിൽ എല്ലാവരും നല്ല ആൾക്കാരല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ജാക്കിന് ജോക്കറിൻ്റെ സംസാരിക്കുന്നത് എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവനും ഒരു കസേര അവിടെ എടുത്തിട്ടിട്ട് കൂടുതൽ എൻ്റെ അടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ജാക്കാണെങ്കിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ജോക്കർ ഓക്കെ സംസാരിക്കാം, പക്ഷേ നീയും എൻ്റെ കൂടെ ഡ്രിങ്ക് ചെയ്യാനായിട്ട് പറയാണ്. ആ സമയം ജാക്ക് അത് വേണ്ട ഞാനിപ്പോഴും അണ്ടർ ഏജാണ്, ഞാൻ വെള്ളം കുടിച്ചോളാം, നിങ്ങൾക്ക് ഞാൻ വേണമെന്നുള്ളപ്പോൾ ഡ്രിങ്ക്സ് ഒഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവന് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. അതിനുശേഷം ഇവർ ട്രൂത്ത് ഓർ ഡെയർ കളിക്കുകയാണ്. ആ സമയം നമ്മുടെ ട്രൂത്ത് ഇങ്ങനെ കിട്ടിയിട്ട് നമ്മുടെ ജാക്കാണെങ്കിൽ അവൻ്റെ സംഭവമൊക്കെ പറയുന്നുണ്ട്. അതായത് ആയിരിക്കണം കാർബൺ അവൻ നാഷണൽ ടീമിൽ കയറി, എന്നാൽ ഞാനാണെങ്കിൽ ഈ അവസ്ഥയിലാന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫുൾ സ്റ്റോറി പറയുന്നുണ്ട്. ഇവർ കുറേ നേരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കളിച്ചുകൊണ്ടിരുന്ന ടൈമിലെല്ലാം നമ്മുടെ ജോക്കറാണെങ്കിൽ ഡെയർ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോൾ ബോട്ടിൽ കറക്കി എത്തിയപ്പോൾ നമ്മുടെ ജോക്കറിൻ്റെ അടുത്ത് അവൻ വീണ്ടും ഡെയർ പറയാണ്. അവൻ ഒരു ട്രൂത്ത് പോലും പറയാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ജാക്കാണെങ്കിൽ പ്ലീസ് 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 ഞാൻ വേണമെങ്കിൽ ഒരു ഡെയർ ചെയ്യാം, പക്ഷേ പകരമായിട്ട് ഒരു ട്രൂത്ത് എടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജാക്കാണെങ്കിൽ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ അവൻ എങ്കിൽ ഓക്കെ നിനക്ക് എന്താണെന്ന് വെച്ചാൽ നീ ചോദിക്കാനായിട്ട് പറഞ്ഞപ്പോൾ നമ്മുടെ ജാക്ക് നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോക്കറാണെങ്കിൽ അത് പിന്നെ ഞാൻ മെഡിക്കൽ എൻട്രൻസ് എക്സാം പാസ്സായെന്ന് എൻ്റെ വീട്ടുകാരുടെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അന്നൊരു നല്ല കാര്യമില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ജോക്കർ ശരിക്കും ഞാൻ പാസ്സായില്ല, ഞാൻ കള്ളം പറഞ്ഞതാണ്, ഇപ്പോൾ കള്ളം പറയുന്നത് കഷ്ടമായിപ്പോയി, കാരണം ആ ഒരു കള്ളത്തിൻ്റെ ലോകത്തിൽ ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കായിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ജാക്കാണെങ്കിൽ വിഷമിക്കണ്ട, ഇപ്പം ആ കള്ളം എനിക്കും അറിയത്തില്ലേ, അപ്പം നീ ആ ഒറ്റയ്ക്കുള്ള ലോകത്തിൽ ഇപ്പം ഞാനും കൂടെയുണ്ട്, എനിക്ക് ഉറപ്പാണ് ഒരു ഫാമിലി ഉറപ്പായിട്ടും നിൻ്റെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും, നിനക്ക് എങ്ങനെയാണോ പോവേണ്ടത് ആ രീതിയൊക്കെ അക്സെപ്റ്റ് ചെയ്യും,
നീ അതൊട്ട് വിഷമിക്കേണ്ട, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, ചിരിക്കുമ്പോൾ നിന്നെ കാണാൻ നല്ല ക്യൂട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ജാക്കിനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്, ജോക്കറിന് സന്തോഷമാകുന്നുണ്ട്. ഇതേ സമയം ഓണർ വന്നിട്ട് ദേ ആ ടേബിളിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലും. അവരുള്ളവർ കുടിച്ച് കഴിഞ്ഞു ബില്ല് സെറ്റിൽ ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടാണ്. നമ്മുടെ കാർബൺ ഇരുന്ന അതേ ടേബിളാണ്. അങ്ങനെ ജാക്കാണെങ്കിൽ ജോക്കറെ നോക്കിയിട്ട് ഞാനിപ്പോൾ വരാനേ പറഞ്ഞിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാനായിട്ട് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് ആ ടേബിളിൻ്റെ അങ്ങോട്ടേ ചെല്ലാണ്. എന്നാൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ കാർബൺ നോക്കിയപ്പോൾ അവൻ്റെ പേഴ്സ് കാണാനില്ല. അവൻ്റെ പേഴ്സ് എവിടെയെന്ന് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ജോക്കറിനെ കാണിക്കുമ്പോൾ നമ്മുടെ ജോക്കർ ഓൾറെഡി നമ്മുടെ കാർബണിൻ്റെ ആ ഒരു പേഴ്സ് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. മിക്കവാറും ജാക്കിനെ കളിയാക്കിയതുകൊണ്ടായിരിക്കും ജോക്കർ അങ്ങനെ ചെയ്തത്. എന്നിട്ട് ജോക്കർ അവൻ്റെ ബില്ല് സെറ്റിൽ ചെയ്യാനായിട്ട് ആ ഒരു പേഴ്സിൽ നിന്ന് പൈസ വെച്ചിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. ഇതും കാണിച്ച് എപ്പിസോഡ് 1 ഫസ്റ്റ് പാർട്ട് ഉണ്ടാക്കുകയാണ്. കാരണം ഫസ്റ്റ് എപ്പിസോഡ് നല്ല ലോങ് ആയിട്ടുള്ള എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ വീഡിയോയിൽ ഒതുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നവരെ ബൈ.